എസ് മക്കളെ ഹായ് ഹായ്. എസ് എസ് നമ്മളിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഏതൊക്കെയായിരുന്നു? 4 and 5 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആൻഡ് എ പി. എസ് ക്വാഡ്രാറ്റിക് ഇക്വേഷനും എ പി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if p minus 1, p plus 1 and 2p plus 3 are in AP, then the value of p is yes, yes, yes. വേഗം കണ്ടുപിടിച്ചു. എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. p minus 1, p plus 1 and 2p plus 3 are in AP, then the value of p. കണ്ടീഷൻ എന്തായിരുന്നു? 3 ടേംസ് എ പിയിലാണെങ്കിൽ then a2 is equal to a1 plus a3 by 2, right? ഇതല്ലേ കണ്ടീഷൻ? a2 is equal to middle term is equal to half of sum of first and last term. Yes, വേഗം കണ്ടുപിടിച്ച് പിയുടെ വാല്യൂ, which implies p plus 1 is equal to p minus 1 plus 2p plus 3 by 2. നമുക്ക് ക്രോസ് ചെയ്യാം. That is 2p plus 2 is equal to p plus 2p, that is 3p, minus 1 plus 3, that is plus 2. p എത്ര കിട്ടി? ഒരാൾ വിളിച്ചോ? റഷ. നമ്മളെ പി എത്ര കിട്ടി? ചെയ്യാനൊന്നുമില്ല, അതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി, പറഞ്ഞിട്ട് പോയാൽ മതി. വേഗം. 2p plus 2 equal to 3p plus 2 എന്ന് കിട്ടി. p equal to 0. S 3p minus 2p, that is p is equal to 2 minus 2, 0. 0 കിട്ടിയോ എല്ലാവർക്കും? p equal to 0 കിട്ടിയോ? S നമ്മുടെ എ പി ഏതായിരിക്കും? -1 1 3, റൈറ്റ് അല്ലേ? -1 1 3, -1 to 1 ഡിഫറൻസ് 2, 1 to 3 ഡിഫറൻസ് 2. Yes. Next question. How many terms of the arithmetic progression 45, 39, 33 must be taken so that their sum is 180? Explain the double answer. Explain the double answer. കഥയാണോ? അർച്ചന. അർച്ചന പറഞ്ഞേ. എസ് സമ്മല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? അതെ, എത്ര ടേംസ് ഉണ്ടെന്ന് സമ്മ് തന്നിട്ടുണ്ട്. സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. നമുക്ക് എ ഉണ്ട്, എസ് എൻ ഉണ്ട്, ഡി കണ്ടുപിടിക്കണം. ഡി എത്രയാ വരെ ഇവിടെ?
d is equal to 39 minus 45 is equal to -6, right? അല്ലേ? യെസ്. ഓക്കെ, അതിന് വേഗം കണ്ടുപിടിച്ചോളൂ. ദാറ്റ് ഈസ് നമുക്ക് സമ്മ് തന്നിട്ടുണ്ട് 180 വിച്ച് ഇസ് ഈക്വൽ ടു n ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ n/2 ഇൻറ്റു 2a, 2 ഇൻറ്റു എയുടെ വാല്യൂ 45 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d വിച്ച് ഇസ് -6. യെസ്, 2 ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം. ദാറ്റ് ഇസ് 180 into 2, 360. 360 is equal to n into 2 into 45, that is 90. Then negative 6 into negative, negative 6 into n, negative 6n, negative 6 into negative 1, positive 6. ഒരു quadratic ആണ്, which implies 360 is equal to n into 96 minus 6n, which implies 360 is equal to 96n minus 6n square. Yes, ഇനി സോൾവ് ചെയ്യാം. Which implies 6n square minus 96n plus 360 which is equal to 0. 6 കൊണ്ട് ക്യാൻസൽ ആവും. 36. Yes, 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാലോ ത്രൂ ഔട്ട്. യെസ്, വേഗം ചെയ്ത് നോക്കി. ആൻസർ കമൻറ്റ് ചെയ്തോ കേട്ടോ. 6 ഇൻറ്റു n square minus 16n plus 60 which is equal to 0. S n square minus 16n plus 60 is equal to 0. That is sum or difference is equal to 16, product equal to 60. രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണത്? Yes, 10 and 6, right? 10 and 6 അല്ലേ? പ്രോഡക്റ്റ് 60 കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 16 കിട്ടും. യെസ്, ആരായിരുന്നു? ജോന. യെസ്, പറഞ്ഞോ. -16 ആണ്. നമുക്ക് പോസിറ്റീവ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ചെയ്താൽ മതി. ഇവിടെ കൊടുക്കുമ്പോൾ നെഗറ്റീവ് എടുത്താൽ കേട്ടോ. ഇവിടെ നമുക്ക് നെഗറ്റീവ് കിട്ടുന്ന നേരത്തിൽ എഴുതാം. യെസ്, റൈറ്റ്. പ്ലസ് 60 which is equal to 0, which implies n into n minus 10, then minus 6 into n minus 10 which is equal to 0. ഇവിടെ സാറ് -6 എടുക്കാം കേട്ടോ. യെസ് അല്ലേ? കിട്ടിയോ? സോ ദെൻ നമുക്ക് n minus 10 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് n minus 10 into n minus 6 equal to 0. That is n is equal to 10 or n equal to 6 എന്ന് കിട്ടും. യെസ്, ഇതാണ് ആ രണ്ടാമത് ചോദിച്ചേക്കുന്നത്. എക്സ്പ്ലെയിൻ ദി ഡബിൾ ആൻസർ. അപ്പോൾ എന്നിന് 2 വാല്യൂ കിട്ടി, രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. n equal to 10 കിട്ടി, n equal to 6 കിട്ടി. യെസ്, എക്സ്പ്ലെയിൻ ദി ഡബിൾ ആൻസർ. ഒരാൾ വിളിച്ചോ, ആരാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. What do you mean by n equal to 10 and n equal to 6? Alia പറഞ്ഞേ, ഇതിന് എന്ത് മനസ്സിലാക്കാം? ആലിയ അറിയാണോ?
അമാൻ ഏത് വാല്യൂ ഇട്ട് കൊടുത്താൽ ശരിക്കും 180 കിട്ടുകയാണോ? ഏതിട്ട് കൊടുത്താലും നിനക്ക് 180 തന്നെ കിട്ടും. ചെക്ക് ചെയ്ത് നോക്കി, നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ. അതിനല്ലേ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. n=10 ഇട്ട് കൊടുത്താലും n=6 കൊടുത്താലും എന്ത് കിട്ടും? 180 തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ്? ഏതാണ് കറക്റ്റ്? എന്താണ്? ഇതുപോലൊരു ക്വസ്റ്റ്യൻ NCERT-ക്കകത്തുണ്ട്, ചെയ്തിട്ടില്ലേ? മക്കളെ ഇവിടെ എന്താ സംഭവിക്കുക? n=6 കൊടുത്തു കഴിഞ്ഞാൽ ആ 6 വരെയുള്ള ടേംസിന്റെ സമ്മ് 0 തന്നെ ആയിരിക്കും. ദെൻ 7, 8, 9 7th, 8th, 9th, അതുപോലെ തന്നെ 10th. ഈ 4 ടേമിന്റെ സമ്മും 0 ആവും. ക്യാൻസൽ ഈച്ചത്, അവർ 0 ആവും. ഇതിന്റെ സമ്മ എടുത്താൽ നിങ്ങൾക്ക് 0 തന്നെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് n=6. പിന്നെ ഇതെല്ലാം 0 ആവുന്നതുകൊണ്ട് 10 വരെയുള്ള ആളും എന്തായിരിക്കും? 0 ആയിരിക്കും. യെസ്, വേണമെന്ന് നോക്കാം. A7 കണ്ടുപിടിച്ച് നോക്കിയെന്ന് വെച്ചിട്ട്. A7, A8, A9, A10. വേഗം വേഗം വേഗം. is equal to A plus 6D. എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ചോ. A plus 7D, A plus 8D, A plus 9D. 4 ടേമിന്റെ സമ്മ് എടുത്ത് ഓരോരുത്തരായിട്ട് വിളിച്ചോ. ബാക്കിയുള്ളവർ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. പാർവതി, A7 എത്ര കിട്ടിയെന്ന് പറയാൻ വേണേ? ഇതിന്റെ സമ്മ് 0 ആയിരിക്കും കേട്ടോ. ആവണമല്ലോ. A8 കണ്ടുപിടിച്ച ആൾ കമന്റ് ചെയ്തേ. പാർവതി, A7 എത്ര കിട്ടി മോളെ? 9. A8 എത്രയാ? എത്ര ആള്? റിസ, കൂട്ടുകാരാണെന്ന് തോന്നുന്നു. നിങ്ങൾ തന്നെയാണ് റിസയും വേറെ ആരാണ്? ആമിറയോ? അമ്ന. അഡ്മിറ്റ് ചെയ്തോ? വന്നില്ല, അത് കൊടുത്തേ. A9 കമന്റ് നോക്കി, സമയമില്ല. കമന്റ് ചെയ്തേ വേഗം. എത്രയാണ് റോസ് നമ്മളെ എത്ര കിട്ടി? 8 ചെയ്യുന്നതേ ഉള്ളൂ. ഈശ്വര, A7 9 കിട്ടി. സോ A8 3 ആയിരിക്കും. ദെൻ A9 എത്രയായിരിക്കും? 3 - 6 ദാറ്റ് ഈസ് -3. A10 എത്രയായിരിക്കും? -9. ടോട്ടൽ സമ്മ് എടുത്തേ. 0 കിട്ടില്ലേ? കിട്ടുമല്ലോ. യെസ്. അപ്പോൾ ആ 7, 8, 9, 10 അതുവരെയുള്ള ആ 4 ടേംസിന്റെ സമ്മും 0 ആയിരിക്കും. ഓൾറെഡി 6 വരെയുള്ള 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 2 ആൻസർ കിട്ടുന്നത്. രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ്. എല്ലാവരോടും കൂടിയിട്ട് പറയാം കേട്ടോ. കളിക്കാൻ വേണ്ടി വന്നിരുന്ന കളിച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ. എക്സാം 17 ആണ്. ഞാനല്ല എക്സാം എഴുതുന്നത്. ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായാൽ നല്ലത്. നിങ്ങൾ CBSE സ്റ്റുഡൻസ് ആണ്. ഈവൻ സ്റ്റേറ്റിലേക്ക് അഡ്മിഷന് പോകണമെന്നുണ്ടെങ്കിൽ പോലും പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾക്കല്ല, സ്റ്റേറ്റുകാർക്കാണ്. യെസ്, അറിയാലോ.
ഇത് കണ്ടുപിടിച്ചേ. The roots of the equation x square plus 3x minus 10 which is equal to 0 are ഇതിന്റെ റൂട്ട്സ് ആണ്. ഫാക്ടറൈസേഷൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വേറൊരു ഈസി വേയും ഉണ്ട് കേട്ടോ. ഈസി വേ എന്നല്ല, ഒരു ചെറിയൊരു ഐഡിയ. ആഹിൽ പറഞ്ഞേ. 2 - 5 ആണോ? നോക്കാം. മക്കളെ ചെയ്തോ? രണ്ട് രീതിയിൽ നോക്കാം കേട്ടോ. നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് ഈ തന്നിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ ആണ്. ഇത് ഇസ് ഈക്വൽ ടു -3 എന്ന് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ആൽഫ ബീറ്റ സി ബൈ എ ഇറ്റ് ഇസ് ഈക്വൽ ടു എന്തോ കിട്ടും, -10 എന്ന് കിട്ടും. ഇതിനകത്ത് ഈ രണ്ട് വാല്യൂം കിട്ടുന്ന ആരാന്ന് നോക്കിയാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ 2 - 5 -3 2 into -5 is equal to -10. യെസ്, സിമ്പിളി ഇങ്ങനെ ചെയ്യാം. വേറെ ഏതെടുത്താലും കിട്ടത്തില്ല. ഇവിടെ ആണെങ്കിലും +3 ആ കിട്ടുക, ഇവിടെ +7, ഇവിടെ -7 അല്ലേ. സം എടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ നോക്കിയാൽ മതി. യെസ്, കിട്ടിയോ എല്ലാവർക്കും ആൻസർ? ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അതിന് പോകേണ്ടത് എങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് p for which the quadratic equation p of x into x minus 2 plus 6 equal to 0 has 2 equal real roots. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് തന്നെയാണ്, സിംപ്ലി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാളെ വിളിച്ചോ. ഈക്വൽ റിയൽ റൂട്ട്സ് കണ്ടീഷൻ ശ്രീദേവേ, ഈക്വൽ റിയൽ റൂട്ട്സിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? അഡ്മിറ്റ് ചെയ്തേ. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ആയില്ല. ഒരു രക്ഷയില്ല. ഗാവിൻ തകർത്ത് എഴുതുന്നുണ്ട്, നോക്കട്ടെ. പറഞ്ഞേ, കണ്ടീഷൻ എന്തായിരുന്നു മോനെ? ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0, റൈറ്റ്? ദാറ്റ് ഈസ് b square minus 4ac is equal to 0. പക്ഷെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിലല്ല കിടക്കുന്നത്. ഇപ്പോൾ ക്വാഡ്രാറ്റിക്കിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് p of x കൊണ്ട് px കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് px square minus 2px plus 6. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. a equal to p, b equal to -2p, c is equal to 6, right? Yes, b square -2p the whole square minus 4 into a value p into c, it's 6 equal to 0. Yes, which implies 4p square is equal to, ഇതിന് നേരെ ഇപ്പുറത്തേക്ക് വിടുന്നു, 6 into 4, 6 into 4 വേണ്ട, 4 into എഴുതിയാൽ 4 into p into 6. p square p cancel, 4 cancel, p equal to 6 എന്ന് കിട്ടും. 6 എന്ന് കിട്ടിയ എല്ലാവർക്കും കിട്ടിയോ? p equal to 0 കിട്ടിയ എത്ര പേരുണ്ട്? 0യും 6ഉം കിട്ടിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് കൈ വീശിക്കാൻ നോക്കട്ടെ. ആരുമില്ലേ? എല്ലാവരും ഇപ്പുറത്തേക്കാണോ കൊണ്ടുവന്നേ? ഒറ്റ മനുഷ്യനില്ല. ഇത് ഇവിടെ തന്നെ വേറൊരു രീതിക്ക് ചെയ്യാട്ടാ. നിങ്ങൾ എന്താ ചെയ്യുക? 4p square minus 4p into 6 equal to 0 എന്ന് എടുക്കുന്നവരുണ്ടാവും. ഇതെന്തുകൊണ്ട് പറയുന്നതെന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ.
ഇതിൽ നിന്ന് 4p കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് p മൈനസ് 6 ഈക്വൽ ടു 0, ദാറ്റ് ഇസ് 4p ഈക്വൽ ടു 0 ഓർ p മൈനസ് 6 ഈക്വൽ ടു 0. ഫ്രം ദിസ് p ഈക്വൽ ടു 6 കിട്ടും, p ഈക്വൽ ടു 0 കിട്ടും. പക്ഷെ ഇവിടെ p ഈക്വൽ ടു 0 അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. p ഈക്വൽ ടു 0 ബിക്കോസ് p 0 വന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താവും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത് മാറും. ഈ ടേം മൊത്തത്തിൽ 0 ആവും, കോൺസ്റ്റന്റ് മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ട് p ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ക്വാഡ്രാറ്റിക് ഫോം ചെയ്യുക. രണ്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കണം, നോക്കിയിട്ട് വേണം ഫൈനൽ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, നെക്സ്റ്റ്. The sum of first 15 terms of an AP is 750 and its first term is 15. Find its 12th term. 12th or 20th term. Sum of first 15 terms of an AP is 750. Sum of first 15 terms of an AP is 750. Yes. Yes. നമുക്ക് തന്നേക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നേക്കുന്നു സം ഓഫ് 15 ടേംസ് ദാറ്റ് S15 which is equal to 750 എന്ന് തന്നിട്ടുണ്ട്. Then first term is 15, a is equal to 15 എന്ന് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, റൈറ്റ്? യെസ്, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. ദാറ്റ് ഇസ് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു t which is equal to 750. n-ന്റെ വാല്യൂ 15 ടേംസ് ആണ്. സോ 15/2 ഇൻറ്റു 2a, 2 ഇൻറ്റു 15 പ്ലസ് n that is 15 minus 1 into d നമുക്കറിയില്ല. So we need to find out. 15 750 sorry 75 cancel ചെയ്യാം. എത്ര വരും? 5, റൈറ്റ്? ഈ 2-നെ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം, which implies 2 into 15 30 plus 15 minus 1 14. 14d is equal to 100 എന്ന് കിട്ടും. From this 14d is equal to 100 minus 30 70. 14 7 ഇവിടെ 2 വരും. From this d is equal to 5 എന്ന് കിട്ടും. d equal to 5 കിട്ടിയോ? കിട്ടി. യെസ്. അപ്പോൾ A20 ഫൈൻഡ് 20th ടേം ആണ് കേട്ടോ. സം ഓഫ് 20 ടേംസ് അല്ല, A20 ആണ്. ദാറ്റ് ഇസ് a പ്ലസ് 19d ഇസ് ഈക്വൽ ടു എത്ര കിട്ടിയെന്ന് ഒരാളെ വിളിച്ചു? അവന്തിക, നമ്മൾ എത്ര കിട്ടി? വേഗം ചെയ്തേ. മൃദുല ചെയ്ത് കഴിഞ്ഞാണോ? കിട്ടി? കിട്ടിയവരാണോ ഹാൻഡ് റൈസ്? നന്ദനെ വിളിച്ചേ, ഗിരിനന്ദൻ. നമ്മൾ എത്ര കിട്ടി നന്ദന? 110 ആണോ കിട്ടിയേക്കുന്നത്? യെസ്. നോക്കാം. നമ്മുടെ എയുടെ വാല്യൂ എത്രയായിരുന്നു? 15. 15 പ്ലസ് 19 ഇൻറ്റു 5, റൈറ്റ്? 15 പ്ലസ് 19 ഇൻറ്റു 5 എത്ര വരും? 95. യെസ്, which is equal to 110. എല്ലാവർക്കും കിട്ടിയോ? 110 കിട്ടി? യെസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോട്ടെ, ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ
ഹാൻഡ് റൈസ് ചെയ്യട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലിയർ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാം കേട്ടോ മക്കളെ. ഇത് നോക്കിയേ, നിങ്ങൾക്ക് എപ്പോഴും വരാറുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. Rohan repays his total loan of 1,18,000 by paying every month starting with the first installment of 1,000. If he increases the installment by 100 every month, what amount will be paid by him in the 30th installment? And what amount of loan has been paid after 30th installment? Yes, ജോന എന്തായിരുന്നു മോനെ? കാരണം ഏതായിരുന്നു കേട്ടില്ല. ഏതാണ് A14 minus A14 is equal to 750 ആണോ? S2 is equal to A2 minus A1. അത് വേറെ. S15 എന്ന് പറയുന്നത് എന്താണ്? A1 plus A2 plus A3 plus A4 plus etc. നമുക്ക് A കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാം, D ഉണ്ടെങ്കിൽ. ഇല്ല. S2 എന്ന് പറയുന്നത് S2 എന്ന് പറയുന്നത് എന്താണ്? A1 plus A2 ആണ്. അല്ലേ? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. S15 സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. രണ്ടല്ലേ? ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? S2 S1 എന്ന് പറയുന്നത് A1 തന്നെയാണ്. S2 എന്ന് പറയുന്നത് A1 plus A2 ആണ്. ഇവിടെ നിന്നും A1 കണ്ടുപിടിക്കാൻ വേണ്ടി A2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് S2 minus S1. S2 minus S1. അല്ല S14 ചെയ്താൽ മതി, കിട്ടും. ഇതെന്തായി? കിട്ടിയോ ആൻസർ? മക്കളെ എന്താണ് കൊടുത്തേക്കുന്നത്? റോഹൻ പേസ് ഹിസ് ടോട്ടൽ ലോൺ ഓഫ് 1,18,000 by paying every month starting with the first installment of 1,000. First installment A equal to 1,000 എന്ന് കിട്ടി, right? Then he increases the install by 100 every month. Every month 100 increase ചെയ്യാന്ന് പറയുമ്പോൾ എന്തായി? D equal to 100 എന്ന് വന്നു. അപ്പൊ നമ്മുടെ AP എന്തായിരിക്കും? 100, 1100, 1200 ഇങ്ങനെ പോകാം, റൈറ്റ്? ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട്, വാട്ട് എമൗണ്ട് വിൽ ബി പെയ്ഡ് ബൈ ഹിം ഇൻ ദി 30th ഇൻസ്റ്റാൾമെന്റ്, അതെന്താണ്? അതുപോലെ രണ്ടാമത് കൊടുത്തേക്കുന്നത് വാട്ട് എമൗണ്ട് ഓഫ് ലോൺ ഹാസ് ബീൻ ഹി പെയ്ഡ് ആഫ്റ്റർ 30th ഇൻസ്റ്റാൾമെന്റ്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒരാളെ വിളിച്ചു. രണ്ടിലും 30th ആണ് തന്നേക്കുന്നത്. അന്ന അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഏതാണ്? രണ്ടാമത്തത് മറ്റത് എനിക്ക് അറിയുന്നില്ല. വാട്ട് എമൗണ്ട് ഓഫ് ലോൺ ഹാസ് ഹി പെയ്ഡ് ആഫ്റ്റർ 30th ഇൻസ്റ്റാൾമെന്റ് എന്ന് വെച്ചാൽ 30 ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ അയാൾ എത്ര രൂപ അടച്ചു എന്നുള്ളതാണ്.
അതെങ്ങനെ കണ്ടുപിടിക്കും? S30 ആ ആ എന്നോടാണ് ഇട്ടേക്കുന്നത്. ഇതുപോലത്തെ എത്ര ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു? ഇതുപോലത്തെ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? സ്കൂളിലും ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. മക്കളെ ഫസ്റ്റത്തെ എന്തായിരുന്നു? 30th ഇൻസ്റ്റാൾമെന്റ് ആണ്. 30th ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ A30 ആണ്. Then second, what amount of loan has he paid after 30th installment? 30 ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ അയാൾ ടോട്ടലി എത്ര പേ ചെയ്തു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് S30. ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എയുടെ വാല്യൂ that is a plus 29d which is equal to 1000 plus 29 into 100 which is equal to 1000 plus 2900 that is 3900 rupees. ആണോ? ഇതാണോ കിട്ടിയേക്കുന്നത്? 3900. അപ്പോൾ ടോട്ടൽ S30 30th ഇൻസ്റ്റാൾമെന്റ് വരെ എത്ര അയാൾ പേ ചെയ്തു? n/2 into 2a plus വേണ്ട, a plus an മതി നമുക്ക്. a plus an കാരണം 30 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് മതിയല്ലോ. യെസ്, 30/2 into എയുടെ വാല്യൂ 1000 പ്ലസ് 100 is equal to 30/2 15 into 4900. എത്ര വരും നോക്കിയേ? യെസ്, അതായിരുന്നു. ഇഹം എത്ര കിട്ടി? 73500. മക്കളെ എല്ലാവർക്കും കിട്ടിയാ? കിട്ടി. യെസ്, രണ്ട് രീതിക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മറ്റേ ഇക്വേഷനും ചെയ്യാം. 2a plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷനും ചെയ്യാം. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. റൈറ്റ്. 2a ആകുമ്പോഴത്തേക്കും 2000 plus n minus 1 into d that is 29. 30 minus 1 29. d യുടെ വാല്യൂ 100. സോ എത്ര വരും? 2900 വരും. ടോട്ടൽ 4900. യെസ്, സെയിം ആൻസർ തന്നെയാണ് കേട്ടോ. എങ്ങനെ വേണോ ചെയ്യാം. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. If the quadratic equation ax square plus bx plus c equal to 0 has two real and equal roots, then c is equal to yes, ഇത് ഈസി അല്ലേ? equal and real roots in the condition discriminant equal to 0. That is b square minus 4ac equal to 0. From this, b square is equal to 4ac. That is c is equal to b square by 4a. Right? b square by 4a. Yes. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി, കിട്ടും. ചിലപ്പോൾ കണ്ടീഷൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ടീഷൻ ആയിട്ട് ചോദിക്കാറ്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടേക്കുന്നത്. അതിനകത്ത് ചോദിച്ചു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ എന്നും പറഞ്ഞിട്ട് അതിൽ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ് AC ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 4 എന്ന് കൊടുത്തിരുന്നു. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. AC ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 4 ഓപ്ഷൻ അങ്ങനെയായിരുന്നു വന്നിരുന്നത്. സി അല്ല, പകരം ഇഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് ടു റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് then which of the following is correct എന്ന് പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ കണ്ടീഷൻ കൊടുത്തത് എങ്ങനെയാണ്? AC ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 4.
അല്ലെങ്കിൽ ചോദിക്കാം ബി സ്ക്വയർ ഈക്വൽ ടു 4ac. എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെയും ക്വസ്റ്റ്യൻ മാറി മറിഞ്ഞ് വരാം. നെക്സ്റ്റ്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The sum of two numbers is 15. If the sum of their reciprocals is 3/10, find the two numbers. Find the two numbers. Yes. അദ്വൈതേ ചെയ്തോ? അദ്വൈതേ മൈക്കും പിടിച്ചിട്ടുണ്ട്, മൈക്കല്ല മൗസും പിടിച്ചിട്ടുണ്ടിരിപ്പുണ്ട്. ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോന്ന് കേൾക്കുന്നില്ലേ? നീ പറയുന്നത് എനിക്ക് കേൾക്കാം. ആ മൗസിനെ മാറ്റി വെച്ചിട്ട് ആൻസർ ചെയ്തേ. യെസ്, യെസ്. എന്തായി? കിട്ടിയോ രണ്ട് നമ്പേഴ്സ്? നിങ്ങൾ ചിലർ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഇതിനെ ലീനിയറിൽ എടുക്കും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50. ദെൻ ഓക്കെ, ഫസ്റ്റ് സം ഓഫ് ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട് 15. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 15 എന്ന് എടുക്കുന്നു. ദെൻ സം ഓഫ് ദിയർ റെസിപ്രോക്കൽസ്, ദാറ്റ് ഇസ് 1/x പ്ലസ് 1/y ഇസ് ഈക്വൽ ടു എന്താ വരും? 3/10 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കും. എക്സ് വൈ എസ് ഇസ് ഈക്വൽ ടു 3/10. ഇത് എഴുതിയെടുക്കണ്ട കേട്ടോ. ഇത് എഴുതിയെടുക്കേണ്ട നിങ്ങൾ സാധാരണ ചെയ്യും. ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് നിങ്ങൾ ക്വാഡ്രാറ്റിക് തന്നെ പോകുമെന്നറിയാം. അഥവാ ലീനിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞുതരാം. യെസ്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് എലിമിനേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ നിന്ന് y ഈക്വൽ ടു 15 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. 15 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 15 മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 3/10. നെഗറ്റീവ് എക്സ് പോസിറ്റീവ് എക്സ് ക്യാൻസൽ ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 50x മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/10 എന്ന് നിങ്ങൾക്ക് കിട്ടും. ക്വാഡ്രാറ്റിക് ആവുമല്ലോ ഇത്? യെസ്, ക്വാഡ്രാറ്റിക് ആവും. യെസ്, അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അതുകൊണ്ട് ലീനിയറിൽ എടുത്തു എന്ന് പറഞ്ഞ് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ക്വാഡ്രാറ്റിക്കിലേക്ക് പോകാം കേട്ടോ. So the first number is x. Let x be the first number.
then second number B, second number is 15 minus x, right? First number x ആണെങ്കിൽ രണ്ടാമത്തെ number 15 minus x ആയിരിക്കും. നമുക്ക് തന്നിട്ടുണ്ട് sum of reciprocals, that is 1 by x plus 1 by 15 minus x is equal to 3 by 10, which implies, cross ചെയ്തേ, 15 minus x plus x divided by x into 15 minus x, which is equal to 3 by 10. Yes, bracket open ചെയ്യാം, that is 15 by 15x minus x square, which is equal to 3 by 10. ഇതല്ലേ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തു വെച്ചേ, ഓർമ്മയുണ്ടോ? യെസ്, ലീനിയറിൽ എടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ കറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ലീനിയറിൽ എടുത്ത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട, കറങ്ങി കിട്ടും. യെസ്, ഇനി ക്രോസ് ചെയ്യാം, which implies 15 into 10 is equal to 3 into 15x minus x square. 3യും 15ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, 5 വരും. So here it is, 50 is equal to 15x minus x square, which implies x square minus 15x plus 50 is equal to 0. Yes, some more difference, 15 and product is equal to 50. രണ്ട് numbers 10 and 5. Yes, 10 and 5. So equation become x square minus 5x minus 10x plus 50 is equal to 0. കാരണം നമുക്ക് ഇവിടെ സമ്മ് ടോട്ടൽ എത്ര, നെഗറ്റീവ് 15x കിട്ടണം. സോ രണ്ട് നെഗറ്റീവ് ആണ്, which implies x into x minus 5, from this negative 10 into x minus 5 is equal to 0. That is x minus 5 into x minus 10 is equal to 0. X equal to 5 or x equal to 10. Yes, കിട്ടിയോ എല്ലാവർക്കും? x equal to 5 and x equal to 10. Yes, ഓക്കെ, രണ്ടും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഫസ്റ്റ് x എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ 10 ആവും, ഫസ്റ്റ് നമ്പർ 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ എന്താവും, 5 ആവും. ഓക്കെ, യെസ്. സോ രണ്ട് നമ്പർ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഡൗട്ടില്ലല്ലോ? യെസ്, ഇല്ല, ഇത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തു. ഓക്കെ, the ratio of the 11th term to the 18th term of an AP is 2:3. Find the ratio of the 5th term to the 21st term. Also find the ratio of the sum of first 5 terms to the sum of first 21st terms. നമ്മൾ ക്ലാസ്സിൽ ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാല്യൂസ് തന്ന ക്വസ്റ്റ്യൻ, മറ്റേത് വേറെ രീതിക്കാണ്. The ratio of the 11th term to the 18th term of an AP is 2:3. അപ്പോൾ ആ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്നുള്ളതൊന്ന് വേഗം കണ്ടുപിടിച്ച്. The ratio of 11th term to the 18th term of an AP is 2:3. Find the ratio of the 5th term to the 21st term. Also find the ratio of the sum of first 5 terms to the sum of first 21st terms. Yes. ആദ്യം തന്നെ ആൾക്കാരെടുത്തോ.
എന്ത് കിട്ടി? ആദ്യം ഒരാളെ വിളിച്ചു. ബെനീറ്റ. ബെനീറ്റ എന്ത് കിട്ടി? ഏതുവരെ എത്തി? ബെനീറ്റ ഏതുവരെ എത്തി? എസ് എന്ത് ചെയ്തു? ഏതുവരെ എത്തി പറഞ്ഞേ. ക്ലിയർ ആവുന്നില്ല. ബെനീറ്റ കമന്റ് ചെയ്തേ എന്തായെന്നല്ലേ. ഷാരോൺ യു അൺമ്യൂട്ട് ചെയ്തേ. ആ ഏതുവരെ എത്തി? കൊള്ളാം, മനോഹരം. ആ ആ ആ ഏതുവരെ എത്തി? പറഞ്ഞോ. പോയി, വീണ്ടും പോയി. നസാന. നസാന വിളിച്ചപ്പോഴത്തേക്ക് എഴുത്തു തുടങ്ങി. ഐ ലൈക്ക് ഇറ്റ്. വേഗം അഡ്മിറ്റ് ചെയ്തു. എവിടെ? യെസ് മക്കളെ, എന്തോ തന്നേക്കുന്നത്. നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. യെസ്, ദേ ഫസ്റ്റ് റേഷ്യോ ഓഫ് ദി 11th ടേം ടു ദി 18th ടേം. A11 to A18 തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 2/3 എന്ന് തന്നു. We need to find out ratio of 5th term to 21st term. ഇത് കണ്ടുപിടിക്കണം. യെസ്, പിന്നെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? റേഷ്യോ ഓഫ് സം ഓഫ് ഫസ്റ്റ് ടേംസ്, സം ഓഫ് ഫസ്റ്റ് ടേം ടു ദി സം ഓഫ് 21st ടേം. ഇത്രയും സാധനമാണ് കണ്ടുപിടിക്കാനുള്ളത്. യെസ്, ഓക്കെ. A11 that is A plus 10D divided by A18 that is A plus 17D is equal to 2/3. ക്രോസ് ചെയ്യാം. 3 into A plus 10D is equal to 2 into A plus 17D. Yes, which implies 3A plus 30D is equal to 2A plus 17 into 2, that is 20, 34D. യെസ്, ഇനി ഇതാ ഈ 2A ഇപ്പുറത്ത് വരട്ടെ, 30D ഇപ്പുറത്ത് പോട്ടെ. 3A minus 2A that is A, which is equal to 34D minus 30D, that is 4D. A equal to 4D എന്ന് കിട്ടും. കിട്ടിയോ എല്ലാവർക്കും? A equal to 4D. ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കിവിടെ വാല്യൂസ് തന്നു, പകരം നിങ്ങൾക്ക് എന്താ പറയുക, വേരിയബിൾസ് തന്നാലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. A5 that is A plus 4D divided by A21 that is A plus 20D, which is equal to A യുടെ വാല്യൂ 4D കിട്ടിയിട്ടുണ്ട്, that is 4D plus 4D divided by 4D plus 20D, which is equal to 8D by 24D. Yes, DD cancel ചെയ്യാം. 8/24 that is 1/3 എന്ന് കിട്ടും. Yes, 1/3 എന്ന് കിട്ടും, റൈറ്റ്? സോ A5 ratio, A5 is to A21 is equal to 1:3. Then S5 to S21, S5 to S21.
that is n by 2 into 2a plus n minus 1 into d divided by n by 2 into 2a plus n minus 1 into d. കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ n എന്ന് പറയുന്നത് 5 ആണ്. 5 by 2 into 2a. എയുടെ വാല്യൂ 4d. 2 into 4d plus n minus 1. n 5 ആണ്. 5 minus 1 into 4d divided by n by 2. താഴത്തെ n എന്ന് പറയുന്നത് 21 by 2 into 2a. 2 into 4d plus n എന്ന് പറയുന്നത് 21 minus 1 into d. ഡിനോമിനേറ്ററിൽ 2 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഇസ് 5 into 2 into 4d, that is 8d. 5 minus 1, 4d allalo, d. Yes. 5 minus 1, which is 4. 4 into d, 4d divided by 21 into 2 into 4, that is 8d. 21 minus 1, that is 20d, which is equal to 5 into 12d divided by 21 into 28d. yes, എത്ര കിട്ടും? yes, ഫൈനൽ ആൻസർ എത്ര കിട്ടും? 12 28 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 14 വരും. 12നെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 12ൻ്റെ ഹാഫ് 6 വരും. 6ഉം ഇവിടത്തെ 14 ക്യാൻസൽ ചെയ്യാൻ വെച്ച് 7 വരും. ഇവിടെ 3 വരും. ഈ 3യും ഈ 21 ക്യാൻസൽ ചെയ്യാം, റിമൈനിങ് 7 വരും. ഫൈനലി നമുക്ക് എത്ര കിട്ടും? 5/49 എന്ന് കിട്ടും. കിട്ടിയോ എല്ലാവർക്കും? 5/49 കിട്ടി. യെസ്. സോ നമ്മുടെ റേഷ്യോ S5:S21 is equal to 5:49. yes, any doubt? ഇല്ല, ചെയ്യുമെന്നാണ് ഉറപ്പല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നമ്മളിപ്പോൾ ചെയ്ത AP-യുടെ ക്വസ്റ്റ്യൻ. AP ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേ. 3 consecutive integers are such that sum of the square of second and product of the other two is 161. Find the 3 integers. Three consecutive integers such that square of second and product of other two is 161. Find the 3 integers. ഒരാളെ വിളിച്ചു. കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. മാളവിക, വേറൊരു മാളവിക മോളെ ഏതൊക്കെയായിരുന്നു കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ്? കേൾക്കുന്നില്ല. യെസ്, പറഞ്ഞോ.
Next, G1 consecutive numbers, integers. എങ്ങനെ എടുക്കുക? അപ്പൊ എങ്ങനെ എടുക്കും പറഞ്ഞോ. ലെറ്റ് x be the no x plus 1 ah plus 2 then statement yes, okay, then condition second one, that is ഞാൻ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞാല് second square, അതായത് x plus 1 square plus x x plus 2 equal to 160. ഉറപ്പല്ലേ? യെസ് മക്കളെ, എന്താ പറഞ്ഞേക്കുന്നേ? കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 3 ഇൻഡിജേഴ്സ് എടുത്തിട്ടുണ്ട്. ദെൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സം ഓഫ് സ്ക്വയർ ഓഫ് സെക്കൻഡ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് അതർ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. സെക്കൻഡിന്റെ സ്ക്വയറിന്റെയും ഫസ്റ്റിന്റെയും തേർഡിന്റെയും പ്രോഡക്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 161. ഇതിന്റെ സമ്മാണ് ഈ തന്നിരിക്കുന്നത്, റൈറ്റ്? ഇനി ഇതിനെ സോൾവ് ചെയ്തോ, വേഗം സോൾവ് ചെയ്തോ. യെസ്, ലോവർ ചെയ്തോ. ഡൗട്ട് ഉണ്ടോ നോക്കട്ടെ. ഈ ഇക്വേഷൻ ഫോം ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടാ. എന്താണ്? കേട്ടില്ല. എന്നിട്ട് അപ്പോ എന്താ സംഭവിക്കുന്നത് നോക്കിയാ? നീ തന്നെ ചെയ്തോ. നീ ചെയ്തു നോക്കിയേ, ചെയ്ത് നിനക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ. എങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയട്ടെ. എങ്ങനെയാ കിട്ടിയേ? ഏത്? a plus d the whole square plus a into പിന്നെ equal to 9 ആണോ വരിക? a equal to 9 ആണോ വരിക? 9 മാത്രമേ വരത്തുള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? മാറ്റം വരരുത്. നോക്കാം. യെസ് മക്കളെ, എല്ലാവരും ചെയ്തോ കേട്ടോ. സാർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ്
എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഈക്വൽ ടു 160 വന്നു. ദാറ്റ് ഇസ് ഇത് അപ്പുറത്തേക്ക് പോയി. 4x ഇസ് ഈക്വൽ ടു 160. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 കോമൺ ആയിട്ട് എടുക്കാം. 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x വിച്ച് ഇസ് ഈക്വൽ ടു 160. 2ഉം 160 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 80. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. യെസ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 80. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 80 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. യെസ്, ഏതൊക്കെ ആയിരിക്കും ആ രണ്ട് നമ്പേഴ്സ്? 10,8 റൈറ്റ്. 10 8 അല്ലേ കിട്ടിയേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. എക്സ് പ്ലസ് 10x minus 8x minus 80 is equal to 0. From this x into x plus 10 minus 8 into x plus 10 which is equal to 0. Yes, which implies x plus 10 into x minus 8 is equal to 0. That is x equal to negative 10 or x equal to 8 എന്ന് കിട്ടും. Yes, x equal to negative 10 or x equal to 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ഇൻഡിജേഴ്സ്. ഫസ്റ്റ് x equal to negative 10 കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ വരും? negative 10, negative 9, negative 8. And next x equal to 8 കൊടുത്തു കഴിഞ്ഞാൽ 8, 9, 10. റൈറ്റ് അല്ലേ? ഇത് രണ്ടും കിട്ടില്ലേ? കിട്ടും. ഡോൺ എവിടെയാണ് തെറ്റിയെന്ന് മനസ്സിലായോ? എ സ്ക്വയർ ഈക്വൽ ടു 81 കിട്ടി. എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 9 ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിനക്ക് 9 മാത്രമേ വരത്തുള്ളൂ. കഴിഞ്ഞോ? മക്കളെ, ഇപ്പോൾ ഇവിടെ രണ്ടും വരും കേട്ടോ. നമുക്കിവിടെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നല്ല പറഞ്ഞേക്കുന്നത്, 3 കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതും ഇൻഡിജർ തന്നെയാണ്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഇത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. സെക്കൻഡ് ആൻസർ അല്ല. നീ ചെയ്തത് ശരി തന്നെയാണ്, ഡോൺ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 9 ആണ് വരുന്നത്. രണ്ട് വാല്യൂ അവിടെ വരണം. പോസിറ്റീവ് മാത്രമാണെങ്കിൽ നീ ചെയ്തതിൽ ആൻസർ ഫുള്ള് മാർക്ക് കിട്ടും. പക്ഷെ ഇത് കിട്ടാത്തതുകൊണ്ട് ഫുൾ മാർക്ക് വരില്ല. അതാ പറഞ്ഞ കേട്ടോ. അങ്ങനെ ചെയ്യാം. അതാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു. വേഗം നോക്കി, എന്നെ ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രയോ ഓടിച്ചു നോക്കി. വേഗം നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. കമന്റ് നോക്കിയേ. എന്താ പറഞ്ഞേ? അത് ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ ഇന്ന് എക്സാം വരുന്നത് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ് ആൻഡ് ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ചെയ്യുക കേട്ടോ. എന്തിട്ട് ചിറ്റ? ഓക്കെ, യെസ്, ബൈ. ഞാൻ ഒരാളെ വിളിച്ചു. അതേതായിരുന്നു? ആഹിൽ വന്നേ. എന്തായിരുന്നു പറഞ്ഞതെന്ന് മനസ്സിലായില്ല. കമന്റ് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? സെക്കൻഡിൽ എക്സ്പ്ലെയിൻ ഡബിൾ ആൻസർ അല്ലേ? എന്നിന് 2 വാല്യൂ കിട്ടിയില്ലേ? 10ഉം 6ഉം കിട്ടിയില്ലേ? അതാണ് ഡബിൾ ആൻസർ. എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ചോദ്യം. Sum of terms from A7 to A10 is 0.
അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി A7 plus A8 plus A9 plus A10 is equal to 0. That's why n equal to 10 and n equal to 6. അത് കാണിക്കാനും വേണ്ട, പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഒരു വാല്യൂ എടുത്ത് ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. സാർ പിന്നെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, യെസ് ബൈ.